ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ഖബർ ശരീഫുള്ള റൂമിന്റെ വാതിലിന്റെ മുമ്പിൽ നിങ്ങൾ വെക്കണം. ആരാത് പറയുന്നത്? എന്നിട്ട് പറയുന്നു, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ കിടക്കുന്ന നബി തങ്ങളോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. ഓക്കെ, ഇവിടെ ഒരു കിതാബൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കിതാബൊക്കെ എടുത്തിട്ട് എങ്ങനെ കാണിച്ചിട്ട് പിന്നെ തുടങ്ങുന്നു തള്ളല്. ഇവിടെ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അതൊന്ന് കേൾക്കുക. അപ്പൊ ഇവൻ പറഞ്ഞത് ഒരു കിതാബ് എടുത്തിട്ട് തുടങ്ങുന്നു തള്ളരുന്ന. ഇവന് കിതാബ് തലതിരിച്ച് പിടിച്ചാലും മനസ്സിലാവില്ല. കാരണം ഇവനൊരു ചുക്കൊരു പിണ്ണാക്കുറവുണ്ട. കിതാബിൽ ചിത്രങ്ങളൊക്കെ ഉണ്ട്, നോക്കി ചിരിക്കുന്നല്ലാതെ ഇവന് വായിക്കുന്ന അറിവുണ്ട. സത്യത്തില് ബഹുമാനപ്പെട്ട അല്ലാമ ആജൂരി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന ഒരു സംഭവമാണത്. അതേ സംഭവം ധാരാളം കിതാബിൽ അയിമത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം സഫൂരി തങ്ങൾ തന്റെ നുസ്ഹത്തുൽ മജാലിസിന്റെ 298, ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിന്റെ 5378, ഇമാം ഹലബി തങ്ങൾ തന്റെ സീറത്തുൻ നബവിയുടെ 3394, അദ്ദിയാറുൽ ബക്രി റളിയല്ലാഹു അൻഹു തന്റെ താരീഖുൽ ഖമീസിന്റെ 3369, ബഹുമാനപ്പെട്ട ഇമാം അൽ കർമാനി തങ്ങൾ തന്റെ അഖ്ബാറുൽ അദ്വറിൽ ഹാമിസ് അൽ കാമിൽ എന്ന് പറയുന്ന കിതാബിന്റെ 1200, ഇബ്നു അസാക്കിർ തന്റെ താരീഖ് ദിമഷ്ക്, ഇങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ ഇമാം അജുരി തങ്ങളുടെ കിതാബ് ശരി നോക്കിയിട്ടാണ് അവിടെ അലവി സഖാഫി വായിക്കുന്നത്. ഇനി അപ്പൊ പറഞ്ഞു ഇയാൾക്കൊക്കെ തള്ളലായി തോന്നും, കാരണം ഇത്തരം കറാമത്തുകളായിട്ടാണ് ഇമാമികളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ ഇയാൾക്ക് തലതിരിച്ച് വായിച്ചാലും ഇയാൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് മൂപ്പർക്ക് കിതാബുള്ളത് പറഞ്ഞാലും അതിൽ നോക്കി വായിച്ചാലും കൈ കൊടുത്താലൊന്നും വായിക്കാനും കിട്ടൂല, നോക്കാനും അറിയില്ല. ഇനി ബാക്കി പറയ് മണ്ണാർക്കാടെ. അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാന്നുള്ളത് എന്റെ ടൗസറിന്റെ കീശ നിർത്താൻ അതാണ് തന്നെ വെച്ചാളാ. വിളിച്ച് പ്രാർത്ഥിക്കാന്നുള്ളത് സാധാരണ ദൈവത്തിനോട് ചോദിക്കുന്നതിനോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനോടൊക്കെയാണ് പ്രാർത്ഥിക്കാന്ന് പറയാനുള്ളത്. ജനങ്ങളോട് ചോദിക്കുന്നതും അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിക്കുന്നതിനൊക്കെ സഹായം അപേക്ഷിക്കുക, സഹായം ചോദിക്കുക എന്നൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശം. പ്രാർത്ഥനയെ കുറിച്ചല്ല, പ്രാർത്ഥന തെറ്റിദ്ധരിപ്പിക്കേണ്ട, സഹായത്തെ കേട്ടോ. അപ്പൊ ഇനി അപ്പുറമാണ് കറക്റ്റ്. ആദ്യമായിട്ട് തുടക്കമിട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ നിഷേധിക്ക് ഇവിടെ പറയുന്നത്. അപ്പോ അല്ലാത്തവരെ വിളിച്ചു തേടാൻ, സഹായം തേടാൻ, അല്ലാത്ത ആളുകളോട് വഫാത്തായ പോയ ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. സഹായം തേടുക, അപരാധികൾ പറയാൻ, അപരാധികൾ ബോധിപ്പിക്കാൻ. അത് ആദ്യമായിട്ട് തുടക്കമിട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അലവി സഖാഫി പറയുന്ന വിഷയം എന്താണ്? പറയുന്ന വിഷയം സമ്മതം ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ പ്രഭാഷണത്തിന്റെ ഈ ക്ലിപ്പ് അവസാനിക്കുന്നത്. എന്നാൽ ആ സമ്മതം ചോദിച്ചത് എന്താണ്, ഏതാണ് എന്നെല്ലാം ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇവിടുന്ന് ആവലാദികൾ ബോധിപ്പിക്കുക എന്നുള്ള വിഷയം സംബന്ധിച്ചുകൊണ്ടാണ് സംസാരം തുടങ്ങിയത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ, ആവലാദികള്, നമുക്ക് ആവശ്യമായ സഹായം അതെല്ലാം ചോദിക്കുക എന്നുള്ള വിഷയം സംബന്ധിച്ചാണ് ഇദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. എന്നിട്ട് സംസാരം തുടങ്ങിയിട്ട് ഇപ്പൊ എന്താ അവസാനം സഹായം അല്ലാത്ത സ്ഥലത്തൊക്കെയാണോ എത്തിയത്? എന്നാൽ കൊണ്ടെത്തിച്ചതോ അവിടെ ജനാസ സംസ്കരിക്കുന്ന ആ ഒരു വിഷയത്തിൽ സമ്മതം ചോദിക്കലാണ്. അവിടെ സമ്മതിക്കുന്നത് സഹായമല്ല അല്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമല്ലേ അത്? ഹബീബായ മുത്തനബിന്റെ ചാരത്ത് സന്തോഷ സഹചാരിയായിട്ട് ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. ആ സിദ്ദീഖ് തങ്ങളുടെ താല്പര്യമല്ലേ എനിക്ക് നിമിത്തങ്ങളെ സമീപം തന്നെ കിടക്കണം എന്നുള്ളത്? അത് കിട്ടാൻ വേണ്ടി നബിയോട് ചോദിക്കുന്ന ഒരു സഹായാഭ്യർത്ഥനല്ലേ സിദ്ദീഖ് തങ്ങൾ വസീയത്ത് ചെയ്യുന്നു, സഹാബത്ത് ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതും. ഈ സഹായം എന്ന സാധനം ഇങ്ങനെ പ്രത്യേകം പേക്കാക്കി വന്ന മൻസൂറെ
എന്നല്ലേ പറയാ. അല്ലാതെ സാധനമാല് പിന്നെ കുപ്പായത്തുമക്കൂടെ ഒലിക്കുന്നെന്തോ സാധനമൊക്കെ. ഇയാള് ഭക്ഷണമല്ലേ കഴിക്കാറുള്ളത്, അല്ലെ വേറെന്തോ കാര്യത്താക്കിയിട്ടാണോ വന്നത്? എന്താണ് സഹായം എന്നുള്ളത് തന്നെ അറിയില്ല. സഹായം എന്നുള്ളത് പ്രത്യേകം പേക്കാക്കി വരുന്ന സാധന. വിവരക്കേടിന് കൈയും കാലും മുടക്കാന്നാണ് ഇതിനൊക്കെ പറയാം. ഈ പറയുന്ന കള്ളക്കഥ ഇത് കള്ളക്കഥയാണ്. ഇത്രയും ഇമാമിയെ രേഖപ്പെടുന്നവരൊക്കെ കള്ളന്മാരാ, ഇങ്ങനെ കള്ളക്കഥ പറയുന്നവരാണ് അല്ലേ. എന്നിട്ട് ഓൻ പിന്നെ പറയല്ലോ കള്ളക്കഥ, ബാക്കി പറയും. ഈ കള്ളക്കഥ ഇത് സത്യമാണെങ്കിൽ തന്നെ ഇവിടെയുള്ള ഒരാള് അയാളുടെ ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് ഇവിടെ നിന്നും തേടുന്ന സഹായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നും ആ സഹായം കേട്ടതിന് പകരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ഉത്തരം ചെയ്യുമെന്നും അതിന് പരിഹാരം ഉണ്ടാകുമെന്നും പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള തെളിവാണ് ഇത്. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ കിട്ടും. ഏതൊരാൾക്കും ഉത്തരം കിട്ടണമെങ്കിൽ അയാളേറ്റ് ബന്ധമാണ് മനസ്സൂറെ. എനിക്കറിയില്ലെങ്കിൽ എന്തുണ്ടാക്കാനാ? ഇനി അള്ളാഹോടെ ചോദിച്ചാൽ അള്ളാഹു ഉത്തരം തരുമോ? അങ്ങനെ നീ ചോദിക്കുക അള്ളാഹോട്. അള്ളാഹുനോട് നീ ചോദിക്കും എനിക്കെതിരെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തൊരു സാധനം നീ ചോദിക്കുക അള്ളാഹോട്. എനിക്ക് ഉത്തരം കിട്ടുമോ നോക്കാലോ. അപ്പൊ അള്ളാഹുവിനോട് തന്നെ ചോദിച്ചാല് ഉത്തരം കിട്ടണമെങ്കിൽ അതിനൊക്കെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയുണ്ട്. അതിനൊക്കെ ചില ബന്ധങ്ങൾ, അള്ളാഹുവിന്റെ ചില ബന്ധങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടത്. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, അള്ളാഹു വിചാരിച്ച സമയത്ത് നമുക്ക് തരണമെങ്കിൽ അതിനും നമുക്ക് എന്ത് വേണം? അവരൊക്കെ അതിൽ ചില ബന്ധങ്ങൾ വേണം. അതില്ലാത്തവന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മഹാനാസ്തിയുടെ കൃതങ്ങളും സഹാബത്തും അങ്ങനെയല്ല. അവർക്ക് വേണ്ട സമയത്ത് അവർ ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇമാമിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഇത് കണ്ണുകടി അസൂയം വെച്ചിട്ട് കാര്യമില്ല കേട്ടാ. നീ നന്നാകല്ലാതെ വേറെ വയ്യുന്നു. ഇക്കാലത്തിലാണെങ്കിൽ എനിക്ക് ചോദിച്ച ഉത്തരം മാത്രമല്ല, എനിക്ക് ഈമാൻ തന്നെ കിട്ടൂല. അക്കാലത്തിലാകുമ്പോ എന്റെ പോക്ക്. ബാക്കി പറയും. പൂർണ്ണമായി കേൾക്കുക. ഇതിന് ഇത് മുൻകറുത്താണ് അല്ലെങ്കിൽ ഇത് കള്ളക്കഥയാണ് എന്നുള്ളതിന് തെളിവ് ഇതിന്റെ ബാക്കിൽ തരാം. ബാക്കിലോ ഇപ്പൊ തന്നെ ഉണ്ടാ എന്നെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു നോക്കാം. നമുക്ക് ഇത് കള്ളക്കഥയാണോ ഇമാം റാസി? അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം അവരോട്. ഈ കണ്ട ഇമാമിങ്ങൾ ആചാര്യ ഇമാം പറഞ്ഞത് കള്ളക്കഥയാണോ, അവര് പറഞ്ഞത് കളവാണോ? നമുക്ക് ഇവരൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. വിളിച്ചാൽ ഫോൺ എടുക്കൂല കേട്ടോ. എന്റെ ഫോൺ പ്രത്യേകിച്ച് എടുക്കൂല, കട്ടാക്കിക്കളി. ഫോൺ പ്രാവശ്യം കട്ടാക്കിയതാണ്. നമുക്ക് ജസ്റ്റ് ചോദിച്ചു നോക്കാം, ഇത് കള്ളക്കഥയാണോ, എന്താ തെളിവ്? പിന്നെ ഓരോ സഫാത്തെ നമുക്ക് വിളിച്ചു നോക്കാം. എടുക്കുകയാണെങ്കിൽ എടുക്കൂല മിക്കവാറും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും. ഇതാണ് എന്റെ അവസ്ഥ. വിളിച്ചാൽ ഫോൺ എടുക്കൂല. മൻസൂർ ഇതാണ് എന്റെ നമ്പർ. നിങ്ങൾ ആരെങ്കിലും കയ്യാണെന്ന് വിളിച്ചു നോക്കാണ്ടി. എന്റെ നമ്പർ അത് കാണിക്കുന്നുണ്ട്. ഇവന്റെ ഫോണിൽ തന്നെ, ഇവന്റെ ലേക്ക് തന്നെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മള് വിവരമില്ലാത്ത ആൾക്കാരൊക്കെ വിളിച്ചാൽ ആക്ട് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ആവശ്യത്തെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാല് എന്താക്കൂല, ഇവൻ ഫോൺ എടുക്കില്ല. ഇവന് കണ്ട വൈക്ക് ഓടുകയും ചെയ്യും. ഇപ്പം പാഞ്ഞ വൈക്ക് കഴിഞ്ഞാൽ പുല്ല് പോലും മുടക്കൂല. അക്കൊഴത്ത് പാഞ്ഞാലും മതി. ബാക്കി പറയും. ഗോളില്ലാത്ത പോസ്റ്റിൽ ഇങ്ങനെ ഗോൾ അടിക്കാൻ സുഖം ഉണ്ടാവും കേട്ടാ മനസ്സൂറേ. സഹോദരന്മാരെ, മുമ്പുള്ള ഗ്രന്ഥം, രചിക്കപ്പെട്ട ഗ്രന്ഥം അല്ലാമ ആജുരിയുടെ കിതാബ് ശരിയാണ്. അവിടെ വെച്ച് വസിയ്യത്ത് ചെയ്യുന്നു, എന്റെ ജനാസ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിയോട് നിങ്ങൾ സമ്മതം ചോദിക്കണം. സമ്മതം ചോദിച്ച സന്ദർഭത്തിൽ റസൂലിന്റെ ഖബർ ശരീഫിൽ നിന്ന് സമ്മതം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്നെ മറവ് ചെയ്യാവൂ. ഫൈലം യുദല്ലക്കും, നിങ്ങൾക്ക് അവിടെ മറവ് സമ്മതം കിട്ടിയിട്ടില്ലെങ്കിലോ ഫാഖിജൂനി വാദ്ഫിനൂനി ഫിൽ ബഖീർ, എന്നെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി ജന്നത്തുൽ ബഖീർ മറവ് ചെയ്യണം. സഹോദരങ്ങളെ, ഒരു വസിയ്യത്ത് ചെയ്യുന്നു. ശിർക്കാണെങ്കിൽ ഇത് വസിയ്യത്ത് ചെയ്യുമോ? ഇത് കേൾക്കുന്നത് സഹാബികളല്ലേ? ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ? അതാണ് ഇനി മറുപടി ഉണ്ടോ? മറുപടി ഇല്ല. അത് വേറൊരു അതാണ്. ഏതെങ്കിലും ഒരു സഹാബി ഇത് പറഞ്ഞോ?
മറുപടി ഉണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി ഈ രൂപത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തോ? മറുപടി ഉണ്ടോ? ഇത് ശിർക്കാണോ എന്ന് ചോദിച്ചതിന് മറുപടി ഉണ്ടോ? മറുപടി ഇല്ല. പിന്നെ ഓൻ കാട്ടിലേക്ക് കഴിഞ്ഞാളു. കാടുണ്ടോ? ഉണ്ട്. ഞാൻ പോയിക്കോളാ. എനിക്ക് വിളിച്ചാൽ കിട്ടാത്ത സ്ഥലമുണ്ടോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാ, എനിക്ക് നല്ല അതാ. ചോദിച്ചതിന് മറുപടി ഇല്ല. ബാക്കി പറയും. പിന്നെ പറയാ. ഇപ്പൊ ശരിയാവല്ലോ അവന്. അതിന് മറുപടി ഉണ്ടോ മൻസൂറെ? മറുപടി ഇല്ല. മൻസൂറിന് മറുപടിയും ഇല്ല. സ്വഹാബികൾ അവരെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കരിക്കുന്നു. അപ്പോഴാണ് തുടർന്ന് കളവ്. സിദ്ദീഖ് തങ്ങളെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ കളവാണല്ലോ. പിന്നെ സ്വഹാബികൾ അവരെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത് കളവാണ്. പിന്നെ സത്യം മൻസൂർ ഇപ്പൊ പറയും. അത് പിന്നെ പറയില്ല, ഇപ്പൊ പറയും അല്ലേ? ഇപ്പൊ പറയൂലേ? ഇപ്പൊ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയായ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ആരാണ് കുളിപ്പിച്ചത്, കഫൻ ചെയ്തത്? പിന്നെ അതിപ്പോ ഇപ്പൊ പറയിക്കരുത്, അതും പിന്നെ പറയാ. അപ്പൊ സഹാബത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തെന്നുള്ള കളവാണ്. പിന്നെ ആരാ? സഹാബി അല്ലാത്ത വേറെ ഏതോ ഒരാൾക്കാർ, ചില മുസ്ലിം അല്ലാന്ന് കേട്ടു തോന്നിപ്പോയി നമുക്ക്. അപ്പം സഹാബി അല്ലാത്ത വേറെ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ പറയും. ഇപ്പൊ പറയില്ല. ഓൻ ചിലപ്പോ കാട്ടിന്റെ ഉള്ളിൽ വെച്ച് പറയും, ആരും കേൾക്കാതെ അല്ലേ? അങ്ങനെ പറയാ. ബാക്കി പറയും. അപ്പൊ സഹാബത്തൊന്നും ചെയ്തില്ല എന്നാ ഓൻ പറഞ്ഞത്. ഇത് കേട്ടിട്ട് ഇവനെ പേറി എടുക്കുന്ന കുറെ ഉണ്ടല്ലോ. കമന്റ് ബോക്സിൽ നിന്നിട്ട് ഇങ്ങനെ തെറി വിടാൻ. അവർക്കൊക്കെ എന്റെ നമ്പറിൽ വിളിക്കട്ടോ. നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ കേട്ടാ. കമന്റ് ബോക്സിൽ ആർക്കും ഒന്നും എഴുതി വിടാ, നേരിട്ട് വരണം. സർവ്വവാവിലും വെല്ലുവിളിക്കണം. ഇത് നോട്ട് ചെയ്യണേ. മറവു ചെയ്യാൻ വേണ്ടി അവിടുത്തെ ജനാസയതാ കൊണ്ടുപോകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുൻവശത്ത്, അതാ ആ വാതിലിന്റെ മുൻവശത്ത് അവിടുത്തെ ജനാസയെ വെക്കുന്നു. എന്നിട്ട് സ്വഹാബത്ത് പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, ഒരു മിനിറ്റ്. സ്വഹാബത്ത് പറയുകയാണ് എന്ന് പറഞ്ഞാൽ പോരാ നബിയേ. പിന്നെന്താണ് മണ്ണാർക്കാട് കാട്ടിനുള്ളിൽ നിന്ന് പറയുന്നത്? പിന്നെ എന്ത് പറയണമെന്നാ? സ്വഹാബികളിൽ ആരാണ് പറഞ്ഞത്? അതോ മുഴുവൻ ആളുകളും കോറസായിട്ട് പാടുകയാണോ ചെയ്തത്? സ്വഹാബികൾ ആരാണ് പറയേണ്ടതാണ് ഇവരെ കിട്ടേണ്ടത്. അത് തിരിഞ്ഞാ പിന്നെ സഹായിക്കോളൂ. ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോ ആ സ്വഹാബി, ആ സമ്മതം ചോദിച്ച സ്വഹാബി ആരാണ്? അന്ന് അവിടെ ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട് റളിയല്ലാഹു അൻഹുമ. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പല പ്രഗൽഭരായ സ്വഹാബി വര്യന്മാരുണ്ട്. ആദ്യത്തെ ഖലീഫയാണ് വഫാത്തായിട്ടുള്ളത്. ഒരുപാട് നിരവധി സ്വഹാബിമാരുണ്ട്. ഏത് സ്വഹാബിയാണ് ചോദിച്ചത്? അറിയില്ല അല്ലേ? ചോദിച്ചിട്ടില്ല. അറിയില്ലല്ലേ? ഏത് സ്വഹാബിയാണെന്ന് അറിയില്ലല്ലേ? ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയാത്തത്. ഇതൊക്കെ ഇവന് ടൗസറിന് എടുത്ത് കൂട്ടുന്ന അത് ഞാൻ തന്നെ വെച്ചാണ് കേട്ടാ. ഈ സംഭവം ഇബ്നു അസാക്കിർ തന്റെ താരീഖിൽ ദിമഷ്കിൽ അലിയു നബി താലിബ് തങ്ങളോട് നടത്തിയ വസിയത്താണ് തിരിക്കുന്നത്. അലിയു നബി താലിബ് തങ്ങളോട് നടത്തിയ വസിയത്തിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ ഹദറത് അബൂബക്കറിൽ വഫാത്തു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വഫാത്ത് മരണമാസന്നമായപ്പോൾ എന്നെ വിളിച്ചു വസിയത്ത് ചെയ്തു അലിയെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വസിയത്ത് ചെയ്തു. പിന്നീട് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ വസിയത്ത് നടപ്പിലാക്കാൻ ആദ്യമായിട്ട് റൗളയിലേക്ക് ഓടിയാളും നബി തങ്ങളെ വിളിച്ച ആളും നബിയോട് സമ്മതം ചോദിച്ച ആളും ഞാനാകുന്നു എന്ന് സയ്യിദ്നാ അലി നബി താലിബ്. എടുത്തു നോക്കടാ, എനിക്ക് മനസ്സിലായെങ്കിൽ
എടുത്തു നോക്ക് താരീഖ് ദിമഷ്കിൽ. എന്നിട്ട് അറിയുമല്ലേ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനുക. ഇത് അബൂബക്കറിന്റെ ജനാസയാണ്. അബൂബക്കർ തങ്ങളോട് സമ്മതം ചോദിക്കുന്നു നബിയേ. തങ്ങളുടെ ചാരത്ത് മറവു ചെയ്യാൻ സമ്മതം ചോദിക്കുന്നു. തങ്ങൾ സമ്മതിച്ചാലേ ഞങ്ങൾ അവിടെ മറവു ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ തങ്ങൾ സമ്മതിച്ചാലേ ഞങ്ങൾ അവിടെ മറവു ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ പറയുന്നതിന് മുമ്പേ അലവി സഖാഫിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സ്ഥലത്ത് മറവ് ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതമാണോ വേണ്ടത്, അതോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ സമ്മതമാണോ വേണ്ടത്? ആയിഷ ബീവിയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടെ മറവ് ചെയ്യണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം മതി എന്നുള്ളത് ആരെ പറഞ്ഞത്? ആയിഷ ബീവിയുടെ വീടാണ്. ഭയങ്കര കണ്ട ഇമാമുകൾക്കൊന്നും തിരിഞ്ഞില്ല. ഇപ്പൊ തലവനുള്ളിലാണ്. ബാക്കി പറയും. മസ്ജിദുൻ നബവിയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീടാണത്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഹയാത്തിലുണ്ട്. സമ്മതം ചോദിക്കുകയാണെങ്കിൽ ആയിഷ ബീവിയോടല്ലേ ചോദിക്കേണ്ടത്? അടക്ക് പറഞ്ഞു പോവല്ലേ, സഫാത്ത് പറഞ്ഞു പോവാ. ആയിഷ ബീവിന്റെ സമ്മതമാണ് വേണ്ടത്, റസൂലുള്ളാഹിന്റെ സമ്മതമല്ല. അവിടെ ആയിഷ ബീവി സിദ്ദീഖിനോട് ചോദിച്ചത് തെറ്റാണ് അയാൾ പറഞ്ഞത്. ആയിഷ ബീവിക്ക് വേണ്ടി വക്കാലത്താണ് വന്നവന്. ഇപ്പം കണ്ട ആയിഷ ബീവിന്റെ ആങ്ങളിനെ പോലെ കൊണ്ട് വരണ്ട. ആയിഷ ബീവിന്റെ ആങ്ങളാണ് കേട്ടാ. മൻസൂറെ മണ്ണാർക്കാടെ മനസ്സിലാക്ക്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായോടും ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ ഈ വസിയത്ത് നടത്തിയിട്ടുണ്ട്. ഇത് ധാരാളം കിതാബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം അദ്ദിയാർ ബക്രി തങ്ങളുടെ താരീഖുൽ ഖമീസ് എടുത്തു നോക്ക്. ഇതേ സിദ്ദീഖ് അക്ബർ തങ്ങൾ നടത്തിയ ഇതേ വസിയത്ത്, അരിതങ്ങളോട് നടത്തിയ ഇതേ വസിയത്ത് തന്നെ ആയിഷ ബീവിയോട് നടത്തിയിട്ടുണ്ട്. ഇനി ആയിഷ ബീവിക്കും അറിയാം എന്റെ ഉപ്പയെ മറവ് ചെയ്യേണ്ടത് നിബിതങ്ങളെ ചാരത്ത് തന്നെയാണ്. എന്റെ ഉപ്പയെ അവിടെ മറവ് ചെയ്യണമെന്നുള്ള ആയിഷ ബീവിന്റെ താല്പര്യമാണ്. സ്വന്തം ഉപ്പനെ എവിടെ മറവ് ചെയ്യാൻ എവിടെ വെക്കണം എന്നുള്ള ആയിഷ ബീവിക്ക് റൈറ്റ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അതിൽ വക്കാലത്ത് ഏറ്റെടുത്ത് വരണ്ട. എനിക്ക് എന്റെ പെണ്ണെടുത്ത് പോയാൽ മതി. എന്റെ പെണ്ണന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓല കാര്യം നോക്കിയാൽ മതി. ഇനി എന്റെ പെണ്ണുങ്ങളെ കാര്യം നോക്കിയാൽ മതി. അല്ലാതെ ആയിഷ ബീവിന്റെ കാര്യം പറയാം കേട്ടാ. അതൊക്കെ ഇമാമിങ്ങള് അതിനെ കൃത്യമായിട്ട് വിഷയങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവിക്കും സ്വഹാബത്തിനൊക്കെ നല്ലോണം അറിയാം. അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പണിയെടുത്തത് ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി മറവ് ചെയ്യാനാണ് വസിയത്തുള്ളത് എന്നങ്ങ് പറഞ്ഞപ്പോൾ ആ റൂമിന്റെ ഉൾഭാഗത്ത് നിന്ന് ഒരു ശബ്ദമങ്ങനെ കേൾക്കുന്നു. എന്താണെന്നോ അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. ഹബീബായ എന്റെ ഹബീബായ സിദ്ദീഖിനെ അവരുടെ ഹബീബായ എന്റെ ചാരത്തേക്ക് നിങ്ങൾ പ്രവേശിക്കണേ. ആ ഹദീസ് മുൻകറന്താണ്. ശൈലിയിൽ പറയാണ്. ഞാൻ ശൈലി എടുക്കണ്ട. ആ ഹദീസ് മുൻകറത്താണ്, കള്ളക്കഥയാണ് എന്നാണ് ഈ ചങ്ങായി പറഞ്ഞു വരുന്നത്. നിങ്ങൾ നോക്കി, ഇത്രയും ഇമാമിങ്ങൾ എത്രത്തോളം ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിന്റെ ഖുലഫാഉ റാഷിദീങ്ങളെ കറാമത്ത് പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞത്. അതുപോലെ തന്നെ നുസ്റത്തുൽ മജാലിസിൽ ധാരാളം ഈ പറഞ്ഞ കിതാബുകളിലും അല്ലാത്ത കിതാബുകളിലൊക്കെ അത് സിദ്ദീഖ് തങ്ങളുടെ കറാമത്തായിട്ടാണ്. നിങ്ങൾ നോക്ക്, അമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാം റാസി പറയാം റളിയല്ലാഹു അൻഹു ഫമിൻ കറാമാതിഹി, അദ്ദേഹത്തിന്റെ കറാമത്തിൽപ്പെട്ടതാണ്. ഈ ഹദീസ് കള്ള ഹദീസും ഇതില്ലാത്തതുമാണെങ്കിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ കള്ള സംഭവിച്ചിട്ടാണോ സിദ്ദീഖ് തങ്ങളുടെ ഫളായിൽ പറയാ? ഇത് ചിന്തിച്ചൂടെ? ഒരു മുസ്ലിമിന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? فمن كراماته أنه لما عملت جنازته إلى باب قبر النبي صلى الله عليه وسلم ونودي السلام عليك يا رسول الله
ഹാദാ അബൂബക്കറിൻ ബിൽ ബാബ് ഫഇദൽ ബാബു ഖദൻ ഫതഹ വഇദൻ ബിഹാതിഫി യഖ്തിഫു മിനൽ ഖബർ അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്. ഇത് സിദ്ദീഖ് തങ്ങളുടെ കറാമത്തായിട്ടും അദ്ദേഹത്തിന്റെ മഹത്തായിട്ടുമാണ് ഇമാമിങ്ങൾ കൊണ്ടുവരുന്നത്. ഈ സംഗതി എങ്ങനെ ശിർക്കായ സംഗതി എങ്ങനെ കറാമത്താകുക? മണ്ണാർക്കാട് കാക്ക മനസ്സിലാക്ക്, ഒരു ശിർക്കായ സംഗതി കറാമത്തായിട്ട് പരിഗണിക്കപ്പെടുവോ? ഇമാമിങ്ങൾ പറയുന്നത് ഈ ഹദീസ് കൊണ്ടൊരു ശിർക്കാണ്, ഇത് കടുത്ത ശിർക്കാണോ അല്ലേ പറയുന്നത്? അങ്ങനെ ഏതെങ്കിലും ഇമാം പറഞ്ഞോ? ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സംഗതി ഇത് മുൻകറത്താണെന്നാ ജാഗോട് പറഞ്ഞുകൊണ്ട് പോവാ. ഞാൻ കണ്ടം വൈക്കി ഓടിച്ചു തരാം. അത്രേ ഉള്ളൂ. ഓന്റെ കൈ ഓന്റെ തൊക്കിലെ ചവുക്കില്ല അത്ര വരണ്ടു. ഇക്കണ്ട ഇമാമിങ്ങളുണ്ട് ചാലിയത്തുള്ള ചങ്ങായിന്റെ ഹസൻ മാസ്റ്റർ ചാലിയ. ഓൻ പറഞ്ഞാൽ തെളിവ് ഇവന്, കാരണം ഇവനൊന്നും പറയാൻ കിട്ടും. ഇവൻ അറബി വായിക്കാൻ കിട്ടില്ല. ഹസൻ മാസ്റ്റർ ചാലിയ വലിയ ആലിമിൽ അല്ലാമായിട്ട് കൊണ്ടുവന്ന എന്നിട്ട് ഓന്റെ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിച്ചങ്ങൾ വായിക്കുന്നത് ഓനാപ്പോ വലിയ ആലിമല്ലാമായിട്ട് ഈ കാട്ടുകാരൻ കൊണ്ടുവന്ന ഓനൊക്കെ നല്ല കാട്ടിട്ട് പോയിട്ട് അതൊക്കെ സജ്ജാസുള്ള വയ്യത് പോലെ അങ്ങനെ വായിക്കണ്ടേ. അറബി അക്ഷരം ഒരു മീസാനത്തിന് കുട്ടീനെ വിവരം കൂടില്ലെങ്കിൽ ഇവൻ ചാരിയിൽ നിന്ന് കൊണ്ടുവന്നവനെ എന്നിട്ട് വായിക്കാം ഹബീബ് ഹബീബ്. ആദ്യം വായിക്കാൻ പഠിക്കില്ല ഞാൻ. എന്നിട്ട് വാക്കിന് വായിക്കാൻ നമുക്കറിയാം തഫ്സീറുർ റാസിയിൽ കാണാം ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്വീകാര്യത സിഹത്ത് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇബ്നു അസാകിർ തന്നെ പറയുന്നുണ്ട്, ഈ കഥ ഉദ്ധരിച്ചതിന് ശേഷം, ഈ മുകളിൽ പറഞ്ഞ കഥ കൊടുത്തതിന് ശേഷം ഇബ്നു അസാകിർ തന്നെ പറയുന്നുണ്ട്, ഹാദാ മുൻകർ വറാവിഹി അബൂ താഹിർ മൂസ ബിൻ മുഹമ്മദ് ബിൻ അതാ അൽ മുഖദ്ദസി വ അബ്ദുൽ ജലീൽ. ഈ പറയപ്പെട്ട ഈ സനദിൽ പറയപ്പെട്ട ഈ പറയപ്പെട്ട വ്യക്തിത്വം ഇത് ഒരുപാട് സനദിലൂടെ ഇത് ആയിഷ ബിബിയോട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം. അതിനെക്കുറിച്ച് പൊതുവെ ഹദീസ് പറഞ്ഞു സംഭവം ആയിഷ ബിബിയോട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അലി നബി താലിബ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്ന് ഇബ്നു അസാക്കിർ ഉദ്ധരിച്ച അതിലാണ് ഈ പരാമർശിച്ചത്. അവരെ കുറിച്ചാണ്, അവരിൽപ്പെട്ട അത്താ എന്നവരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് മുൻകറാണ്, മുൻകറുൽ ഹദീസാണ്. മുൻകറുൽ ഹദീസാണെന്നുള്ളത് കൊണ്ട് ഈ ഹദീസ് മുൻകറാണെന്ന് കേട്ടില്ല. ആ റാവിയിൽ നിന്ന് ചില ഹദീസുകൾ മുൻകറായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നുള്ളത് കൊണ്ട് ഈ ഹദീസ് കളവാണ് കിട്ടൂല. അബ്ദുൽ ജലീൽ എന്ന ആള് മജൂലാണ് എന്നുള്ളത് കൊണ്ട് ഈ ഹദീസ് മജൂലാന്ന് കിട്ടൂല. അത് ആ റാവിയെ കുറിച്ചാണ് പരാമർശം, അല്ല ഹദീസിനെ കുറിച്ചല്ല. രണ്ടും മനസ്സിലാക്കി. അത് തന്നെ ഇബ്നു അസാകിർ തന്റെ താരീഖിൽ കൊണ്ടുവന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ബഹുമാനപ്പെട്ട അല്ലാമ ആജൂരി തങ്ങൾ കൊണ്ടുവന്ന ആ സംഭവമോ അല്ലെങ്കിൽ മറ്റുള്ള കിതാബിൽ ആയിഷ ബിബിയോട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിനെ കുറിച്ചോ അല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കള്ള ഹദീസും ഇല്ലാത്ത സംഗതിയാണെങ്കിൽ ഇമാം ഗസാലി, ഇമാം റാസി പോലെ ആളുകൾ, പണ്ഡിതന്മാര് അയ്മത്തുൽ കറാമത്തായിട്ട്, സ്ത്രീകളുടെ കറാമത്തായിട്ട് പരിചയപ്പെട്ടു.